ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തരൂരിന്റെ ലേഖനത്തിലുള്ള അതൃപ്തി പാർട്ടിയിൽ നിന്നും മുന്നണിയിലേക്ക് പടർന്നിരിക്കുന്നു. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുന്ന തരൂർ എന്തിന് പ്രവർത്തക സമിതിയിൽ തുടരുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. മാധ്യമങ്ങളിലൂടെ വേണ്ട, നേരിട്ട് ചോദിച്ചാൽ നേതൃത്വത്തിന് മറുപടി നൽകാം എന്നാണ് തരൂരിന്റെ നിലപാട്. ലേഖനം വിവാദമായതിൽ അതിശയം തോന്നിയ തരൂർ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് എന്നും അന്ന് തുടങ്ങിയതിന്റെ തുടർച്ചയാണിപ്പോൾ നടക്കുന്നതെന്നും വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, പുകഴ്ത്തൽ സ്റ്റാർട്ടപ്പിനെക്കുറിച്ച് മാത്രമാണെന്നും കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പറഞ്ഞ തരൂർ വിവാദം തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി മുഖമായി പോലും തരൂരിനെ ഉയർത്തിക്കാട്ടിയ മുസ്ലിം ലീഗ് ഇന്ന് UDFന്റെ വികസന നയം തരൂരിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. തരൂരിന്റേത് തിരുത്തലോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ PK നവാസാണ് മുസ്ലിം ലീഗ് പ്രതിനിധിയായുള്ളത്. ജിക്സി തോമസ് CPMൽ നിന്നും, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ തരൂരിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇന്നത്തെ പ്രതികരണം, അദ്ദേഹം നടത്തിയത് തിരുത്തലാണോ അതോ പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിക്കുകയാണോ? അദ്ദേഹത്തിനെതിരായിട്ടൊരു വലിയ ശക്തമായ എതിർപ്പ് അല്ലെങ്കിൽ വിമർശനം ഉണ്ടായപ്പോൾ അല്പമൊന്ന് തണുപ്പിക്കാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇന്നലെ എൻ്റെ ലേഖനത്തിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉണ്ടായ വ്യവസായ വികസനത്തെപ്പറ്റി പരാമർശിച്ചില്ല എന്ന വിമർശനങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു വിശദീകരണം പോലെയാണ്. അതായത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതല്ലല്ലോ വിഷയമായത്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം മോഡിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തെ, അതിൻ്റെ നേട്ടത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിയെ വാഴ്ത്തിക്കൊണ്ട് നടത്തിയ പരാമർശങ്ങൾ, ഇതൊക്കെയാണല്ലോ. പക്ഷെ അദ്ദേഹം ഇന്ന് ഈ ലീഗിൻ്റെ വിമർശനങ്ങൾ വന്നപ്പോഴാണ്, കോൺഗ്രസിൻ്റെ വിമർശനമല്ല, ലീഗ് സംഗതി അത് ഏറ്റെടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ. കാരണം ആൻ്റണിയുടെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഒരാളാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ CPMൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ 2,90,000 പുതിയ സംരംഭങ്ങൾ, 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉടനെ വ്യവസായം തുടങ്ങാൻ മുതലായ തട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തട്ടിയത്. ഈ 2,90,000 സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് CPMനോട് പറയാനുള്ളത്, ഞാൻ ശശിധരനോടല്ല, അദ്ദേഹത്തിൻ്റെ കാര്യമല്ല, ഗവൺമെൻറ് അത് അല്ലെങ്കിൽ P രാജീവ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്, എങ്കിൽ ശശി തരൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചല്ലോ. എങ്കിൽ ഈ ലിസ്റ്റൊന്നും ഇതാ, നമുക്ക് ഈ 2,90,000 140 മണ്ഡലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ എത്ര സംരംഭങ്ങൾ വരണം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനത്തിന് അതിനെ കണ്ടില്ലെന്ന് അദ്ദേഹം നടിക്കുന്നില്ല. അതേസമയം ലീഗിൻ്റെ ഭാഗത്തു നിന്നുകൂടി അതുണ്ടായപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകാനോ ശ്രമിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അങ്ങനെ ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം, പഴയ കഥകളല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വ്യവസായ രംഗത്തെ നേട്ടത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു സ്കോപ്പ് കുറച്ചു കൊണ്ടുവരുന്നതിനും അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഇനി എത്രത്തോളം ഗുണം ചെയ്യും അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഡാമേജ് ഇതിനകം വന്നു കഴിഞ്ഞു. ഡാമേജായിട്ട് അദ്ദേഹം കരുതുന്നുണ്ടാവില്ല. കോൺഗ്രസ് വിമർശിക്കുന്നതോ UDF വിമർശിക്കുന്നതോ അല്ലെങ്കിൽ എതിർപ്പുണ്ടാകുന്നതോ ഒന്നും അദ്ദേഹം ഒരു ഡാമേജായിട്ട് കരുതുന്നില്ല. അദ്ദേഹം ആഗോള പൗരനാണല്ലോ, അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല, ആഗോള പൗരനായതുകൊണ്ട് അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിക്കില്ല. പക്ഷേ എന്നാലും പാർട്ടിയിലൊക്കെ നിന്ന് പോകണമല്ലോ, ഇവിടെ MP ആയിട്ട് 2-3 വർഷം കൂടെ ഒക്കെ നിൽക്കണമല്ലോ, 3-4 വർഷം കൂടെ നിൽക്കണമല്ലോ. അതിനുള്ള ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റമൊന്നും വരുത്തിയിട്ട്. സ്മൃതി, ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ, അത് ഈ വിമാനത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അദ്ദേഹം ഈ തിരുവനന്തപുരം മുതൽ വടക്കോട്ടൊന്ന് യാത്ര ചെയ്തിട്ട് റോഡ് മാർഗം MC റോഡിലും നാഷണൽ ഹൈവേയിലും ഈ CPMൻ്റെ വ്യവസായ നയത്തിൻ്റെ, പഴയകാല CPMൻ്റെ വ്യവസായ നയത്തിൻ്റെ സ്മാരകങ്ങൾ, അസ്ഥികൂടങ്ങളെപ്പോലെ ഈ നിരത്തുകളുടെ ഇരുവശങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന് കാണാം. വാസ്തവത്തിൽ ഈ കേരള സംസ്ഥാനത്തെ വ്യവസായ വളർച്ചയുടെ കാര്യത്തിൽ ഇതുപോലെ പിന്നോട്ടടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അവർ കൊടുത്ത അവർ നേതൃത്വം കൊടുത്ത സർക്കാർ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം വസ്തുതകളാണെന്നിരിക്കെയാണ് അദ്ദേഹം അവസരത്തിലാണോ അനവസരത്തിലാണോ, അത് ഏത് അവസരത്തിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ മോഡിയെ വാഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്, അവിടെ എന്തോ കാര്യങ്ങൾ നടന്നു, അവിടെ എന്തോ ഒരു കാര്യവും നടന്നിട്ടില്ല, ഒരു ധാരണയും ഉണ്ടായിട്ടില്ല.
ഈ F-35 വിമാനം എന്നൊക്കെ പറയുന്നത് ഇന്ത്യ അങ്ങോട്ട് വാഹനാഗ്രഹം പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ്. ഈ നിരീക്ഷണ വിമാനങ്ങൾ 3-4 എണ്ണം വാങ്ങുന്നത് സംബന്ധിച്ച് മാത്രമേ ധാരണയായിട്ടുള്ളൂ. സൈനിക സഹകരണ കരാർ അത് പഴയത് പുതുക്കുന്നത് മാത്രമാണ് അവിടെ നടന്നത്. ഈ F-35 എന്നൊക്കെ പറഞ്ഞാൽ 10, 50, 100 വിമാനങ്ങളുണ്ടെങ്കിലേ നമുക്ക് യുദ്ധരംഗത്ത് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആളുകൾ നമ്മളിത് വാങ്ങാൻ പോകുന്നു, ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൈനയെ തോൽപ്പിക്കാം എന്നൊക്കെ BJPയുടെ ആളുകൾ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കാര്യം. ഡീപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ വേണ്ട രേഖകളില്ലാതെ, അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ ഒളിച്ച് താമസിക്കുന്നതും രഹസ്യമായി താമസിക്കുന്നതൊന്നും ശരിയല്ല. അത്തരം ആളുകളെ തിരിച്ചയക്കുക തന്നെ വേണം. അയക്കുന്നത് മാന്യമായിട്ട് വേണമെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അതെ, അതിൽ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പ്രതിഷേധ സ്വരം പോലും മോദി പ്രകടിപ്പിച്ചില്ല എന്നൊരു വാചകം ശശി തരൂരിൽ നിന്ന് കേട്ടില്ല. അതെ, ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒരു വാക്ക് ഞാൻ തീർക്കട്ടെ. ഈ തരൂർ ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനവിടെ വലിയ നേട്ടമുണ്ടാക്കിയെന്ന് മോഡി വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, ഇന്ന് വെളുപ്പിന് അമൃത്സറിൽ വന്നിറങ്ങിയ 116 യാത്രക്കാരെ അവരെ ഇന്ന് കയ്യിൽ വിലങ്ങണിയിച്ച് കാലുകളിൽ ചങ്ങലയിട്ടാണ് കൊണ്ടുവന്നത്. 15 ദിവസം അവർക്ക് കുളിക്കാനോ പല്ല് തേക്കാനോ അവസരം ഉണ്ടായില്ല. നരകയാതന അനുഭവിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു തടവറയിലായിരുന്നിരിക്കാം. അപ്പോഴെന്താ നമ്മുടെ ഈ പ്രധാനമന്ത്രി അവിടെ നമ്മുടെ ട്രംപുമായിട്ട് ഹായ് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. അതിനെയാണ് അദ്ദേഹം വാഴ്ത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടെ ശ്രദ്ധിക്കണം. അദ്ദേഹം രഹസ്യമായിട്ട് നമ്മുടെ മോദി ഇങ്ങനെ ചങ്ങലയിട്ട് കൊണ്ടുവന്നതിനെ വിമർശിച്ചു കാണാം. അങ്ങനെയാണോ ഒരു ശശി തരൂരിനെ പോലെ ഒരു സ്റ്റേറ്റ്സ്മാൻ അങ്ങനെ രഹസ്യമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, അങ്ങനെയെങ്കിൽ അതിനുശേഷം വന്ന ഇന്ത്യക്കാരുടെ കാലിൽ ചങ്ങല ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ജേക്ക് സി തോമസ്, ജേക്ക്, ഇതിപ്പോൾ ഇന്നലെയും നമ്മൾ ഈ തരൂരിന്റെ പ്രതികരണം, ലേഖനം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ ലീഗിന്റെ പ്രതികരണം കൂടി വരികയാണ്, മുന്നണിയുടെ പ്രതികരണമായി തന്നെ വരികയാണ്. ഇന്ന് ഹസൻ പറഞ്ഞത് കേട്ടല്ലോ, പ്രവർത്തക സമിതി അംഗമായി തുടരേണ്ട മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ താൻ വ്യത്യസ്തനാണ് എങ്കിൽ അങ്ങനെ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, എന്തൊരു പുകിലാണ്, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ പുകിലുണ്ടാക്കുന്നത് എന്ന്. ശശി തരൂരിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള പ്രതികരണമാണ് എനിക്ക് അറിയേണ്ടത്. ജയ്ക്ക്, ഇപ്പോൾ ഈ പുതിയ പ്രതികരണത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രമാണ് താൻ പറഞ്ഞതെന്നും വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നതെന്നും സാമ്പത്തിക സ്ഥിതി വളരെ പിന്നാക്കാവസ്ഥയിലാണെന്നും ഇവിടെ തൊഴിലില്ലായ്മയുണ്ട് എന്നും ഒക്കെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. വിദേശത്തേക്കുള്ള പ്രവാസം, വിദ്യാഭ്യാസത്തിനായ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത്, കൃഷിമേഖലയിലെ പ്രതിസന്ധി, ഉയർന്ന കടബാധ്യത, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തരൂർ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ പുതിയ സാമൂഹ്യ മാധ്യമത്തിലെ തിരുവനന്തപുരം എംപിയുടെ പ്രതികരണവും അതിനോടനുബന്ധിച്ച് അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ നേതാവ് നടത്തിയ പ്രതികരണങ്ങളും ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള പ്രതികരണമാണ് അങ്ങനോട് ചോദിച്ചത്. നിശ്ചയമായി ഞാൻ ആ പ്രതികരണത്തിലേക്ക് വരാം. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗിന്റെ മറ്റൊരു പ്രതിനിധിയുണ്ട്. ഇതിനോടകം തന്നെ എല്ലാ കാലയളവിലും ഈ സംവാദത്തിൽ മാത്രമല്ല, കറതീർന്ന കോൺഗ്രസ് വാദമുഖങ്ങളെ നമ്മുടെ ചർച്ചയിൽ അവതരിപ്പിക്കാറുള്ള, കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വക്താവ് എന്നതുപോലെ അഭിമാനപൂർവ്വം നമ്മുടെ സംവാദങ്ങളിൽ ഇടപെടാറുള്ള ആദരണീയനായ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ്. ചുരുങ്ങിയ ഭാഷയിൽ UDFന്റെ 2 പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ബഹുമാന്യനായ നമ്മുടെ മാധ്യമ പ്രവർത്തകൻ ഞാൻ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പല ചർച്ചകളിലും അല്പം കൂടെ വസ്തുതകളെ മുൻനിർത്തി ആണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുള്ളത്. കോൺഗ്രസിന്റെ പല പ്രതിനിധികളും തരംതാഴ്ന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ബഹുമാന്യനായ UDF പക്ഷപാതിത്വം ഏത് കാലയളവിലും അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ സംവദിച്ചിട്ടുണ്ടായിരുന്നത് ആദരണീയനായ സണ്ണിക്കുട്ടി എബ്രഹാം. അദ്ദേഹം വീണ്ടും പറയുന്നു, എനിക്ക് തോന്നുന്നു ഈ തരത്തിലുള്ള സംരംഭക വർഷത്തെ സംബന്ധിച്ച്, ഇത്രയധികം സംരംഭങ്ങൾ ആരംഭിച്ചു എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ സംബന്ധിച്ച് 2 മിനിറ്റ് കൊണ്ടൊരു സംരംഭം കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ സ്തോഭജനകമായ ആ മട്ടിലുള്ള ചോദ്യത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഇന്നലെ എത്രയോ ദിവസങ്ങളായി കേരളത്തിന്റെ വ്യവസായ മന്ത്രി ഇതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നുണ്ട്.
നമ്മളുടെ എല്ലാവരുടെയും വിരൽ തുമ്പിൽ yearofenterprises.kerala.government.in അതിലേക്ക് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ ഇന്നേ ദിവസം വരെ നമ്മുടെ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നതിന് തൊട്ട് മുമ്പ് 3,44,888 സംരംഭങ്ങളാണ് സംരംഭക വർഷത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളത്. ആ സംരംഭങ്ങളെ ആകെ ജില്ല തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംരംഭങ്ങളിലൂടെ വന്ന തൊഴിലെത്ര ജില്ല തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ ആകെ വന്ന നിക്ഷേപം എത്ര 22,104.04 കോടിക്ക് മുകളിലുള്ള പുതിയ നിക്ഷേപം, 7,40,787 മേളിലുള്ള തൊഴിലവസരങ്ങൾ, 30% വരുന്ന പുതിയ വനിതാ സംരംഭകർ, ട്രാൻസ്ജെൻഡർ സംരംഭകർ, പുരുഷ സംരംഭകർ, ചെറുപ്പക്കാർ, അതേപോലെ വിവിധ കാറ്റഗറിക്കലായി മാനുഫാക്ചറിങ്, ട്രേഡ്, സർവീസ്, ഇങ്ങനെ ആകെ ആരംഭിച്ചിട്ടുള്ള 3,44,588 സംരംഭങ്ങളെ കാറ്റഗറിക്കലായി യൂണിയൻ ഗവൺമെന്റിന്റെ MNCയുടെ നിർവചന പ്രകാരം തരാതരം പോലെ തിരിച്ച് നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിലും എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യമാകാൻ വേണ്ടി കഴിയുക? ഏത് സുതാര്യതയും ചെറുത്തു തോൽപ്പിക്കുന്ന വിധം നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ കരാതരം പോലെ ഇനം തിരിച്ച്, ജില്ല തിരിച്ച്, പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ തിരിച്ച്, കാറ്റഗറിക്കലായി ഒക്കെ തിരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്നിട്ടും പറയുകയാണ് ഇത് അവകാശവാദമല്ലേ എന്നുള്ളത്. ഞാൻ 3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. അങ്ങ് മാധ്യമ പ്രവർത്തകനാണല്ലോ. UDF പക്ഷപാതിത്വം ഉണ്ടെങ്കിലും അന്തമല്ല പക്ഷപാതിത്വമെങ്കിൽ അങ്ങ് അംഗീകരിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ എൻഹാൻസിംഗ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 82 വർഷത്തെ ആ സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി വരുന്ന മാർച്ച് മാസം 1-2 തീയതികളിൽ കേരളത്തിന്റെ സംരംഭക വർഷത്തെ സംബന്ധിച്ച് പേപ്പർ അവതരിപ്പിക്കാൻ ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെയും അവിടുത്തെ വ്യവസായ മന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൊസൈറ്റിയുടെ നോവൽ ഐഡിയ ഫോർ പബ്ലിക് എന്റർപ്രൈസസ് അവാർഡ് സ്വീകരിച്ച നമ്മുടെ ഈ സംരംഭക വർഷം, ആ വർഷം അതിനുള്ള അംഗീകാരമായിട്ടാണ് നമ്മുടെ വ്യവസായ മന്ത്രിയെ 82 വർഷത്തിനിടയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ അവരുടെ നാട്ടിലേക്ക് മാർച്ച് മാസം ക്ഷണിക്കുന്നത്. ഈ സംരംഭക വർഷം നുണയാണെന്നാണോ ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ പറയുന്നത്? IIM ഇൻഡോറിന്റെ സ്റ്റഡി എന്താണ്? സാധാരണഗതിയിൽ സോഷ്യൽ എക്കണോമിക് റിഫോംസിനെ സംബന്ധിച്ചാണ് നമ്മുടെ നാട്ടിൽ IIMകൾ പഠന വിധേയമാക്കുക. IIM ഇൻഡോറിന്റെ കേരളത്തിലെ സംരംഭക വർഷത്തെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ പ്രത്യേകത അത് സോഷ്യൽ എക്കണോമിക്, സാമൂഹികവും സാമ്പത്തികവും മാത്രമല്ല, മാനസികമായി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ, സ്ത്രീകളെ സംരംഭകരാക്കി മാറ്റുന്നതിൽ, ട്രാൻസ്ജെൻഡറുകളെ സംരംഭകരാക്കി മാറ്റുന്നതിൽ, കുടുംബശ്രീ പ്രവർത്തകരെ സംരംഭകരാക്കി മാറ്റുന്നതിൽ, അങ്ങനെ ആകെയുള്ള 100-ൽ 30% വനിതകളെ സംരംഭകരാക്കി മാറ്റിയത് വഴി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷം, അതിന്റെ മാനസിക നിലയെ സംബന്ധിച്ച് IIM ഇൻഡോർ പഠിച്ചിരിക്കുന്നു. അത് CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണോ? അങ്ങനെയാണോ ആ പഠനത്തെ ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകനെ കാണേണ്ടത്? ഒറ്റ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസൂറിയിലെ ട്രെയിനിങ് അക്കാദമി അതെന്തായാലും CPMന്റെ റിക്രൂട്ടിംഗ് ഏജൻസി അല്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരും പ്രബുദ്ധരുമായ IAS, IPS, IFS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്ന ട്രെയിനിങ് അക്കാദമിയിലേക്ക് കേരളത്തിലെ KSIDCയുടെ CEO അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണഗതിയിൽ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാറുള്ള മുസൂറി ട്രെയിനിങ് അക്കാദമിയിൽ കേരളത്തിന്റെ എക്സ്പീരിയൻസ്, കേരളാസ് എക്സ്പീരിയൻസ് ഓൺ ഇയർ ഓഫ് എന്റർപ്രൈസസ്, അതിലെ പേപ്പർ പ്രസന്റേഷന് വേണ്ടി നമ്മുടെ KSIDCയുടെ MDയെ അതിന്റെ CEOയെ ക്ഷണിച്ചിരിക്കുന്നു. ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ പറ, മുസൂറിയിലെ ട്രെയിനിങ് അക്കാദമി ഒരു CPI അനുഭാവി കേന്ദ്രമാണോ? IIM ഇൻഡോർ ഒരു CPIM അനുഭാവി കേന്ദ്രമാണോ? അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു CPIM കേന്ദ്രമാണോ? അന്തർദേശീയ നിലവാരത്തിൽ അംഗീകരിക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ സംഭാവന ചെയ്ത കേന്ദ്രങ്ങളല്ലേ? അവരൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്നിട്ടും ജസ്പ്രീത് സിംഗിനെ അനുസ്മരിപ്പിക്കും വിധം ആങ്കർ നിർബന്ധമായി മനസ്സിലായി കാണുമല്ലോ. കേരള 100% ലിറ്ററസി എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ച പഞ്ചാബ് കൊമേഡിയനെ അനുസ്മരിപ്പിക്കും വിധം UDFന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, UDFന്റെ കേരളത്തിലെ കൺവീനർ, മുൻ പ്രതിപക്ഷ നേതാവ്, ഈ സംഘമാകെ കേരളത്തെ പരിഹസിക്കുകയാണ്. ഈ കാര്യത്തിൽ നമ്മൾ അവകാശപ്പെടുന്നത് എന്താണ്? കേരളത്തിൽ UDF കാലയളവിൽ സംരംഭമേ ഇല്ല, വ്യവസായമേ വളർന്നിട്ടില്ല. അങ്ങനെയല്ല. കേരളം പക്ഷേ അതിന്റെ അഭിമാനകരമായ തുടർച്ചയിൽ അഭൂതപൂർണമായ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. 28ാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന നമ്മുടെ കേരളം ഇന്ന് ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഒറ്റക്കാരിയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ മാധ്യമ പ്രവർത്തകൻ അല്പ പരിഹാസത്തോടുകൂടെ ചോദിച്ചു, 2 മിനിറ്റ് കൊണ്ട് സംരംഭം ആരംഭിക്കാൻ കഴിയുമോ? അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഒരു നേതാവിന്റെയോ മാത്രം അവകാശവാദമാണോ? വിപ്രോ ബ്രാഹ്മിൻസിന്റെ MP ശ്രീനാഥ് വിഷ്ണു നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണ്? വിപ്രോ ബ്രാഹ്മിൻസ് കോടാനുകോടി രൂപയുടെ നിക്ഷേപ പദ്ധതിക്ക് അംഗീകാരത്തിനായി സമർപ്പിച്ചു.
വീട്ടിൽ വന്നൊരു കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്റെ സ്ഥാപനത്തിലെ CEO വിളിച്ചു പറഞ്ഞു, സാർ നമുക്ക് അംഗീകാരമായി. അത് ഒറിജിനൽ അംഗീകാരം തന്നെയാണോ? നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. മാധ്യമങ്ങൾ എത്ര പേർ കാണിച്ചു എന്നത് മറ്റൊരു കാര്യം. ജയ്ക്ക് എന്റെ ചോദ്യത്തിന് കൂടി മറുപടി. തരൂർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കൂടിയുള്ള മറുപടി. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മാത്രമല്ലല്ലോ, ബാക്കി സാഹചര്യങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞതിനോടുള്ള പ്രതികരണം അത് നിങ്ങൾ എടുക്കുന്നില്ല എന്നാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അങ്ങ് സൂക്ഷ്മതയിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മറുപടിയുടെ ആദ്യ ഭാഗം അത്രയും ഞാൻ വിശദീകരിച്ചത് ഏതാണ്? സ്റ്റാർട്ടപ്പുകളുടെ ഗ്ലോബൽ റാങ്കിംഗ് പട്ടികയെ സംബന്ധിച്ചല്ല, കേരള സ്റ്റാർട്ടപ്പ് മിഷന് ലഭിച്ച അന്തർദേശീയ ദേശീയ അംഗീകാരങ്ങളെ സംബന്ധിച്ചല്ല. എന്റെ മറുപടിയുടെ നല്ലൊരു ശതമാനം ഞാൻ വിശദീകരിച്ചത് MSME രംഗത്ത് ഇയർ ഓഫ് എന്റർപ്രൈസസിൽ ഇന്ത്യയിൽ കേരളം കാഴ്ചവെച്ച അഭൂതപൂർണമായ വളർച്ചയെ സംബന്ധിച്ചും 3,44,588 ആസ് പെർ 10 minutes ബിഫോർ അതുവരെ കേരളത്തിൽ ആരംഭിച്ച പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ചും ട്രാൻസ്ജെൻഡറുകളും 30% വനിതകളും മറ്റു കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസത്തെ സംബന്ധിച്ചും നിങ്ങൾ ഇപ്പോൾ കൂടുതൽ സംരംഭകർക്ക് സാഹചര്യം ഒരുക്കുന്നു. ഇവിടെ വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നിങ്ങൾ ചെങ്കൊടി മാറ്റിവെച്ചതുകൊണ്ടാണ് എന്നുകൂടിയാണ് തരൂർ പറയുന്നത്. അതിനുള്ള മറുപടി, ഇതുവരെയുള്ള നയത്തിൽ നിന്നും മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ മുതലാളിത്തത്തിലേക്ക് അടുക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിന് നിങ്ങളെ പ്രശംസിക്കുക കൂടിയാണ് തരൂർ ചെയ്യുന്നത്. അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണോ? അത് ഇപ്പോ ആ പ്രസ്താവന നടത്തിയത് ആരാണെങ്കിലും, ആ പ്രസ്താവനയെ അന്ധകമായി സ്വീകരിച്ചിട്ടുള്ളവർ ആരാണെങ്കിലും, അവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അസാധാരണമായ, ചെറിയതല്ല അസാധാരണമായ, തീർച്ചയായിട്ടും അവർക്ക് അസാധാരണമായ തെറ്റിദ്ധാരണയുണ്ട് എന്ന് വേണം കാണാൻ. കാരണം പിണറായി വിജയനോ P രാജീവോ ഉള്ള ഈ 2025 ആണ്ടിന്റെ കാലഘട്ടത്തിലല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 957 പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ യോഗത്തിൽ മഹാനായ EMS പറയുന്നുണ്ട്, അന്ന് മാധ്യമപ്രവർത്തകനെ നിർബന്ധമായി ഓർമ്മിക്കുന്നുണ്ടാകും, ബിർളയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ അന്നത്തെ EMS ഗവൺമെന്റ് തയ്യാറായി. എന്തായിരുന്നു പ്രതികരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയസമീപനം ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റായി കേരളത്തെ മാറ്റിമറിക്കുകയല്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിനുള്ളിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേമരാഷ്ട്ര സാമ്പത്തിക സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തെ പടുത്തുയർത്താൻ കഴിയുന്ന നയങ്ങൾക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി നേതൃത്വം നൽകുക. അത് 957 പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ എന്തെങ്കിലും ഒരു സമീപനമല്ല, മാറി വന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ കാര്യവുമല്ല നമ്മുടെ മുമ്പിലത്. ശരി, PK നവാസിലേക്ക്. നവാസ്, ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മുൻ വ്യവസായ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മുൻ UDF സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യം, ഇതിൽ തരൂരിനെ കുറിച്ച് അങ്ങനെ നേരിട്ട് ഒരു വിമർശനം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ കൊണ്ടുവരേണ്ട ഒരാൾ തരൂരാണ്, അതിന് യോഗ്യനായ ആൾ തരൂരാണ് എന്ന് വിശ്വസിക്കുകയും ആ നിലയ്ക്ക് തരൂരിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്ത മുസ്ലിം ലീഗാണ് ഇന്നിപ്പോൾ തരൂരിനെ തള്ളിക്കൊണ്ട് UDF കാലത്തെ വികസന കാര്യങ്ങൾ തരൂരിനെ ഓർമ്മിപ്പിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും കേരളത്തിലെ വ്യവസായ വകുപ്പുമായി പറഞ്ഞോളൂ. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ നവാസിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ് കേൾക്കാമോ? ശ്രീ ജേക്കബ് ജോർജ് കേൾക്കാമോ? കേൾക്കാം. തരൂർ എല്ലാ കാലത്തും ഈ തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ മാത്രമല്ല അദ്ദേഹം പുകഴ്ത്താറ്, ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ്. അതേസമയം പാർലമെന്റിൽ മോദി സർക്കാരിനെതിരെ അതിശക്തമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം തരൂരിനെ കാണാൻ പറ്റുമോ എന്ന് തരൂർ തന്നെ ചോദിക്കുകയാണ്. ഞാനൊരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല എന്ന്. അങ്ങനെയെങ്കിൽ അത്തരം വിമർശനങ്ങൾ നടത്തിക്കോളൂ, പ്രവർത്തക സമിതിയിൽ തുടർന്നുകൊണ്ട് വേണ്ട എന്ന് കോൺഗ്രസും പറയുന്നു. സ്വാഭാവികമായി കോൺഗ്രസിൽ നിന്ന് വരുന്ന പ്രതികരണമായി കാണണം അതിനെ. എന്തുകൊണ്ടായിരിക്കാം തരൂർ ഈ ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്? തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിൽ എത്ര കണ്ട് ശരിയുണ്ട് എങ്കിലും കുറേയൊക്കെ ശരിയുണ്ട് എന്ന് തന്നെയാണ് എന്റെ വാദം. ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് ഒരു ചേരിതിരിവുണ്ട്. അത് ലോകത്തെല്ലായിടത്തും ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ ഒരു ചേരിതിരിവ് ഉള്ളതാണ്, സംശയമൊന്നുമില്ല.
കേരളത്തിൽ കോൺഗ്രസ് ഒരു വശത്ത്, CPM ഒരു വശത്ത്, ഈ രണ്ട് കക്ഷികളും നേതൃത്വം കൊടുക്കുന്ന രണ്ട് മുന്നണികൾ, ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശത്രുതയാണ്, ആ രണ്ട് മുന്നണികൾ തമ്മിലുള്ള സംഘർഷമാണ് കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ അടിസ്ഥാനം. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പൊളിറ്റിക്കൽ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ചിന്ത പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പൊളിറ്റിക്കൽ ആയിരിക്കണം അദ്ദേഹത്തിന്റെ വർത്തമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് കേരളത്തിന്റെ പതിവ്. പക്ഷെ പലപ്പോഴും ശശി തരൂർ ഇതിനപ്പുറത്തേക്ക് പോകാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിയത്. അതിൽ പലതും വസ്തുതാപരമാണ് താനും. സ്റ്റാർട്ടപ്പ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ റിപ്പോർട്ട്, അത് സംബന്ധിച്ച ഫൈൻഡിങ്സ്, നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇന്ന് 1ാം സ്ഥാനത്തെത്തിയത്, ഇത്യാദി കാര്യങ്ങളിലൊക്കെ തരൂർ പറയുന്നത് ശരിയാണ്, യാതൊരു സംശയമില്ല. അത് പക്ഷേ ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവിന് ഇന്ന് തിരുവനന്തപുരത്തെ ഇന്നും എം പി ആയ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന് അത് പറയാമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒരു രാഷ്ട്രീയ മാനമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ അന്ധമായ കോൺഗ്രസ് വിരോധവും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവുമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാനമായ രേഖ. ആ രേഖയിൽ നിന്നും കൊണ്ടാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ 1957 മുതൽ എന്ന് തന്നെ പറയാം ഇങ്ങനെ മുന്നേറുന്നത്. ഇവിടെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ പലപ്പോഴും പല മുൻ ഗവൺമെന്റ് ചെയ്തതിന്റെ തുടർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വളർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ച, ആരോഗ്യരംഗത്തുണ്ടായ വളർച്ച, അല്ലെങ്കിൽ വ്യവസായ രംഗത്തുണ്ടായ വളർച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ, ഈ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ മാത്രം നേട്ടമാണ് എന്ന് ഞാൻ പറയുന്നില്ല. മാറി മാറി വന്ന ഗവൺമെന്റുകൾ, ഇപ്പോൾ മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയോ നമ്മുടെ നവാസോ ഒക്കെ പറയുന്നത് മാതിരി അവർക്കും അവകാശപ്പെട്ടതാണ് ആ നേട്ടങ്ങൾ. അതിന് യാതൊരു സംശയമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അതിലൊരു കാര്യം കൂടി തരൂർ പറയുന്നുണ്ട്. തരൂർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ വികസനത്തെ എതിർക്കുന്നുണ്ട്, ഇപ്പോൾ ഭരണപക്ഷത്ത് ഇരിക്കുമ്പോൾ ആ നിലപാടല്ല, ഇനി നാളെ തിരിച്ചാകരുത് എന്നുകൂടി ഉപദേശിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. ഞങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സമരങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, വികസന വിരോധികളല്ല ഞങ്ങൾ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതിൽ കൂടി ഒരു മറുപടി. ഞാനൊരു ഉദാഹരണം പറയട്ടെ സ്മൃതി. അടുത്ത കുറേ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവം സമാപിച്ചത്. അതിന്റെ സമാപന ദിവസം അധ്യക്ഷനായിരുന്ന V. ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം ഉദ്ഘാടന പ്രസംഗം നടത്തിയത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ VD സതീശനാണ്. അദ്ദേഹം ആ കലോത്സവം നടത്തിപ്പിനെ വാനോളം പുകഴ്ത്തി. അത് ഗംഭീരമായി, ഒരിടത്തും പാകപ്പിഴകൾ ഉണ്ടാവാതെ, ഒരിടത്തും ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ ഗംഭീരമായ നടത്തിപ്പിനെ അദ്ദേഹം പുകഴ്ത്തുകയായിരുന്നു. അതും രാഷ്ട്രീയമായിട്ട് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ കേരളത്തിലെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്, അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ മുന്നേറ്റത്തിന് സഹായം ചെയ്യും, പിന്തുണ നൽകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ശശി തരൂരിന്റെ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അത് ഞാൻ ഊന്നി പറയുന്നു. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അദ്ദേഹം മറന്നുപോയി എന്നത് കൂടി ഞാനത് കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ, കേരളത്തിന്റെ സ്വന്തം രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ശശി തരൂരിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ദൃഷ്ടിയിൽ ശശി തരൂർ പറഞ്ഞത് 100% ശരിയാണ് എന്ന് തന്നെയാണ് വസ്തുത. ശരി, നവാസ് മറുപടി പറയാം. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി UDF കാലത്തെ വികസനം എണ്ണി പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും കേരളത്തിലെ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതിൽ പ്രധാനമായും ഒരു റോളുണ്ട്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സമയങ്ങളിലൊക്കെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് ഞങ്ങളാണ്.
വ്യാവസായിക IT വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ഞങ്ങളാണ്. ആ മേഖലയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ, ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതുമായി അനുബന്ധമായി ഉയർന്നു വന്ന ചർച്ചകളിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അതിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ട ഒരു കൂട്ടരാണ് ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ശശി തരൂരിൻ്റെ ലേഖനത്തിലെ തന്നെ വാചകം കടമെടുത്ത് പറഞ്ഞാൽ 991 മുതൽ കേരളത്തിലുണ്ടായ വിപ്ലവം എന്ന് പറഞ്ഞ് അദ്ദേഹം ആരംഭിക്കുന്നത്, അത് കേരളത്തിലെ വ്യാവസായിക മേഖലയെ പരിശോധിക്കുന്ന ഏതൊരാൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. 991 കെ കരുണാകരൻ മന്ത്രിസഭക്കകത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാകുന്ന സമയത്ത് എടുത്ത ചില നിലപാടുകൾ, അത് കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസായ ഒരു കാര്യം നടന്ന അവിടെയാണെന്ന് പറയാതിരിക്കാനാവില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന വ്യവസായങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നതിലെ മഹാഭൂരിപക്ഷവും കിൻഫ്ര പാർക്കുകൾക്കകത്താണുള്ളത്. അത് ഇൻഡസ്ട്രിയൽ പാർക്കായി, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളായി, അതുപോലെ തന്നെ IT പാർക്കുകളായി ഒക്കെ കേരളത്തിൽ പിന്നീട് പരിവർത്തനം സംഭവിച്ച് വന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുത്തത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായിക വകുപ്പ് മന്ത്രിയായി നിൽക്കുന്ന സമയത്താണ്. മാത്രമല്ല, സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മുന്നോട്ട് വെക്കുകയും അതിന് ബിസിനസ് ഇൻക്യുബേറ്ററുകളായി ആദ്യം ആരംഭിക്കുകയും പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനാക്കി മാറ്റുകയും ചെയ്തത് 2 ഘട്ടങ്ങളിലും ഞങ്ങൾ വ്യവസായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടതാണ്. പിന്നെ നമുക്കറിയാം, IT മേഖലയിൽ വലിയ വിപ്ലവത്തിലേക്ക് കേരളം മുന്നോട്ട് പോകുന്നു. IT അറ്റ് സ്കൂൾ എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്ന് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അത് പരിചയപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ ഞങ്ങൾ വ്യാവസായിക വകുപ്പ് IT വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. അവിടെയും മാത്രമല്ല, അക്ഷയ പദ്ധതി, ഇന്ത്യയിൽ തന്നെ മാതൃകയായ ഒരു അക്ഷയ പദ്ധതി, അത് കേരളത്തിൽ നടപ്പിലാക്കിയതും മലയാളി കൊമ്പിലേക്ക് IT വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കമ്പ്യൂട്ടറിനെയും IT-യും പരിചയപ്പെടുത്തിക്കൊണ്ട ഒരു പദ്ധതി നടപ്പിലാക്കിയതും ഞങ്ങളാണ്. അതിൻ്റെ ഭാഗമാണ് ഇൻഫോ പാർക്കുകളും സ്മാർട്ട് സിറ്റികളും ഒക്കെ കേരളത്തിൽ വന്നത്. നമുക്കറിയാം, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നവരാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ മാറി മാറി വന്ന സർക്കാരുകൾ അവരുടെയൊക്കെ റോൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ റോളിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ റോളിനെ കുറിച്ച് ശ്രീ ജയ്ക്ക് പറയട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരുടേതായ റോളുകൾ വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് വളരെ പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷം വഹിച്ച റോൾ എന്താണ്? ഞങ്ങൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തുമ്പോൾ, ഞങ്ങൾ ഇൻഫോ പാർക്ക് കൊണ്ടുവരുമ്പോൾ, ഞങ്ങൾ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ അതിന് പലതരത്തിലുള്ള സമരമുഖങ്ങളിലേക്ക് വന്ന് അതിനെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത്, ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല ഘട്ടങ്ങളിലുമായി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായി നോക്കിക്കാണുന്നു. ഇടതുപക്ഷം കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പോസിറ്റീവായ എല്ലാ മൂവ്മെൻറ്റുകൾക്കും ഞങ്ങൾ കൂടെ നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിലുണ്ടായ ചർച്ച. പ്രൈവറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായി. 2016 ഞങ്ങളുടെ കാലത്ത് ആരംഭിക്കാൻ വെച്ചിരുന്ന പ്രൈവറ്റ് സർവകലാശാല അന്ന് അതിശക്തമായ ഇടതുപക്ഷത്തിൻ്റെ സമരം ഉൾപ്പെടെ ഉണ്ടായി. അത് നടക്കാതെ പോയി. 10 വർഷങ്ങൾക്കിപ്പുറം ഈ ഇടതുപക്ഷം LDF അത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ അതിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അതിലെ ചില വിയോജിപ്പുകൾ, അതിനകത്ത് ചർച്ചകൾ നടക്കണമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ആ നയത്തെ സ്വാഗതം ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടായി. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പൊതുവായ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് അതിനെ കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ പ്രതിപക്ഷത്തും ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വെക്കട്ടെ സ്മൃതി, ഇപ്പോൾ ഇവിടെ ജയ്ക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ 2 ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾ MSME പദ്ധതിയിലൂടെ ആരംഭിച്ചു വന്നാണ്. ഞാനതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തി. ശ്രീമതി ഞങ്ങളത് പരിശോധന നടത്തിയപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നിയോജക മണ്ഡലത്തിൽ ചുരുങ്ങിയത് 2000 പദ്ധതികൾ ഉണ്ടാകണം. അതൊരു കൗതുകമുള്ള കാര്യമാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 2000 വ്യാവസായിക പദ്ധതികൾ ആരംഭിച്ചു എന്ന് പറയുന്നത് കൗതുകമാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ മലപ്പുറം സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. ഈ മലപ്പുറം സ്റ്റുഡിയോയുടെ 200 മീറ്റർ അപ്പുറത്ത് തോരപ്പ ഹെയർ കെയർ എന്ന് പറയുന്ന, ഹോമിയോ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. 63 വർഷമായി ഈ മലപ്പുറത്തെ കുന്നിൻ്റെ മുകളിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇവർ ഈ പറയുന്ന പുതിയ വ്യാവസായിക പദ്ധതിക്കകത്തുണ്ട്. പുതിയ പദ്ധതി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് ഒരു ഫാത്തിമ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. 9 വർഷമായി മലപ്പുറത്തുണ്ട്. മലപ്പുറത്തുള്ള നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ അംഗങ്ങളോട് ചോദിച്ചാൽ അറിയാം, നമ്മളൊക്കെ സ്ഥിരമായി കാണുന്നതും ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഒരു സ്ഥലമാണ്. അതും ഇവർ ഈ പുതിയ പദ്ധതിക്കകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇവർ ഈ വ്യവസായം ഞങ്ങൾ പുതിയതായി ആരംഭിച്ചു എന്ന് പറയുന്നതെങ്കിൽ ഒരു പക്ഷേ അത് 3 ലക്ഷത്തിന് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു 2023-24. ജയ്ക്ക് മറുപടി നൽകാം. മലപ്പുറത്ത് 9 വർഷമായി നവാസ് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ പോലും ഇപ്പോൾ ഈ MSME-യിൽ പെടുത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ കണക്ക് അതെത്രത്തോളം ആധികാരികമാണ്? മാത്രമല്ല 2021 വരെ ഈ തരത്തിൽ ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ഒരു തയ്യൽ കട തുടങ്ങുന്ന പോലും, അത് രമേശ് ചെന്നിത്തലയുടെ വാചകമാണ്, തയ്യൽ കട തുടങ്ങുന്ന പോലും സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി ചേർക്കാൻ പറ്റില്ലായിരുന്നു. മോദി സർക്കാർ വന്ന ശേഷം മോദി സർക്കാരിൻ്റെ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടാനാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു രൂപത്തിലേക്ക് സ്റ്റാർട്ടപ്പുകളെ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത്. അങ്ങനെയാണ് ഈ വലിയ കണക്കുകൾ വരുന്നത്. അതേ മാതൃകയാണോ ഇവിടെയും പിന്തുടരുന്നത് എന്ന ചോദ്യമുണ്ട്. പറഞ്ഞോളൂ.
മാതൃക ഏതല്ല എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. ഞാൻ വിശദീകരിച്ചു. ഇതിന്റെ വെബ്സൈറ്റിൽ കാറ്റഗറിക്കലായി തരാതരം തിരിച്ച് ജില്ലകളുടെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും ആരംഭിച്ച ജെൻഡറിന്റെ വരെ അടിസ്ഥാനത്തിൽ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ജനറൽ, OEC, OBC ഇങ്ങനെ വരെ തരം തിരിച്ച് ഇപ്പൊ കേരളത്തിന്റെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. പക്ഷേ ലീഗിന്റെ ആദരണീയനായ സുഹൃത്ത് ഏതോ ഒരു തൊരപ്പ എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഞാൻ പറയുന്നു, ഇതൊരു 6-7 മാസം മുമ്പത്തെ ക്യാപ്സ്യൂളാണ്. ഇതൊക്കെ പഴകി. ആ ക്യാപ്സ്യൂളിനെ സംബന്ധിച്ച് പിന്നീട് ലക്ഷണമൊത്ത കള്ളമെന്ന പേരിൽ കള്ളം മാത്രം എഴുതി ശീലിച്ച് വിജയിച്ച ഒരു പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനം ഇതേപോലെ തപ്പിപ്പോയിരുന്നു. തപ്പിപ്പോയപ്പോൾ എന്താണ്, ഈ തൊരപ്പ എന്ന് പറയുന്ന ആങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, ഈ മെഡിക്കൽ ഷോപ്പ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛനോ ആയിരുന്നു നടത്തിക്കൊണ്ടുണ്ടായിരുന്നത്. അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. 2021 ശേഷം ഇദ്ദേഹത്തിന്റെ മക്കളോ കൊച്ചുമക്കളോ ഈ മെഡിക്കൽ ഷോപ്പിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നു. ലൈസൻസിന് പുതുതായി അപേക്ഷിക്കുന്നു. 2021 ശേഷം പുതുതായി ലൈസൻസ് ലഭിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, 3,44,588 സംരംഭങ്ങൾ ആരംഭിച്ചിട്ട് ആകെ ലീഗ് നേതാവിന് കിട്ടിയത് ഒരു തൊരപ്പയും ഒരു ഹോട്ടലുമാണ് അല്ലേ? ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമുക്കൊരുമിച്ച് റിപ്പോർട്ടർ ടിവിയെ വിളിക്കാം, പോയി ചോദിക്കാം. ഈ 2 സ്ഥാപനങ്ങൾക്കും, അങ്ങ് ചായ കുടിച്ച ഹോട്ടലിനും അങ്ങ് മരുന്ന് വാങ്ങിച്ച തൊരപ്പ എന്ന മെഡിക്കൽ ഷോപ്പിനും, തൊരപ്പയ്ക്ക് എപ്പോഴാണ് ലൈസൻസ് കിട്ടുന്നത് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ ആ കള്ളം പൊളിഞ്ഞു. ഇനി അങ്ങ് ചായ കുടിക്കുന്ന ഹോട്ടലിൽ എന്ന ലൈസൻസ് കിട്ടുന്നത് പോയി അന്വേഷിക്കാം, നമുക്ക് നോക്കാമല്ലോ. അതൊന്നും വേണ്ട. അങ്ങേക്കാൾ വലിയ കള്ളിയും അല്ല, അതല്ല, അത് കൈവെക്ക. ഇതിനേക്കാൾ വലിയ കള്ളം ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? 2022 ഇയർ ഓഫ് എന്റർപ്രൈസസിന്റെ ആദ്യഘട്ടത്തിൽ 1 ലക്ഷത്തിന് മേൽ സംരംഭം ആരംഭിച്ച് അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എവർ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന പട്ടം കിട്ടിയപ്പോ ഇവരുടെ വലിയ നേതാവായ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ഇതിന്റെ പ്രഖ്യാപന ചടങ്ങിൽ വന്നില്ല. കാരണം എന്താണ്? ഇവർ ചെയ്യുന്നത് കള്ളമാണ് എന്ന്. എന്താ വ്യവസായ മന്ത്രിയുടെ പ്രതികരണം? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവെ, നമുക്കൊരുമിച്ച് ലെറ്റ്സ് ഹാവ് എ ജോയിന്റ് ടൂർ, അങ്ങനെയാണ് പറഞ്ഞത്. നമുക്കൊരുമിച്ച് കേരളത്തിന്റെ പുതിയ വ്യവസായ സംരംഭങ്ങളിലൂടെ ഒരു യാത്ര നടത്താം. അത് തൊട്ടു മുമ്പ് ആദരണീയനായ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, നമ്മുടെ സഹപാനലിസ്റ്റ് ബഹുമാനിയായ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ, അന്ധമായ UDF വിരോധവും വേണ്ട, അന്ധമായ LDF വിരോധവും വേണ്ട. ഈ കാലയളവിൽ തുടങ്ങിയ പുതിയ സംരംഭങ്ങളിലൂടെ പരസ്പരം കൊമ്പ് കുറയ്ക്കുന്ന നേതാവ് പോകട്ടെ. അല്ല, എനിക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ പറയാം. ഒന്ന് ശ്രീ സ്മൃതി, ജയ്ക്ക് പറഞ്ഞ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ജയ്ക്ക് എപ്പോൾ വരുന്നു ഞങ്ങൾ മലപ്പുറത്ത് കാത്തിരിക്കാം, ആ സ്ഥാപനത്തിൽ പോയി സംസാരിക്കാം. പച്ചക്കള്ളമാണ് ജയ്ക്ക് ഇവിടെ പറഞ്ഞത്. എന്താ ജയ്ക്ക് പറഞ്ഞത്? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് പുതുക്കിയതാണ് എന്ന് വർത്തമാനമാണ് പറഞ്ഞത്. പച്ചക്കള്ളം പറയുന്നു. അവിടെ അങ്ങനെ പറഞ്ഞു പോലെ ജയ്ക്ക്. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് കടയുടെ കാര്യം, 9 വർഷമായി ഒരു തട്ടുകട നടക്കുകയാണ് ഫാസ്റ്റ് ഫുഡിന്റെ. ആ 9 വർഷമായ തട്ടുകടക്ക് ആ സംരംഭകനെ കൊണ്ട് ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്യിച്ചാൽ അത് നിങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താണോ? വേണ്ട, ഇനി അത് വിട്ടേക്ക്, നിങ്ങൾ മലപ്പുറം വിട്ടേക്ക്. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇരിഞ്ഞാലക്കുടയിൽ റോയൽ ബാറ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. റോയൽ ബാറ്ററിയുടെ ഉടമ അദ്ദേഹം പറയുകയാണ്, ഞാൻ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. അപ്പോൾ എനിക്ക് ബ്രാഞ്ച് തുടങ്ങാൻ അന്നേരം ചില പ്രയാസം ഉണ്ടായപ്പോൾ ഞാനത് ക്യാൻസലും ചെയ്തു. ആ ലിസ്റ്റിൽ നിങ്ങൾ പറയുന്ന 2,03 ലക്ഷത്തിന്റെ ലിസ്റ്റിൽ ഇപ്പോഴും ഈ സ്ഥാപനങ്ങളുണ്ട്. 1ഉം 2ഉം അല്ല ജയിക്ക്. നിങ്ങൾ ആ ലിസ്റ്റ് മൊത്തം എടുത്ത് പരിശോധിക്കാൻ തയ്യാറാവ്. നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ, ഞങ്ങൾ തയ്യാറാം. മലപ്പുറത്തേക്ക് നിങ്ങൾ വാ. മലപ്പുറത്തെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ വന്നാൽ അത് നമുക്ക് പോയി പരിശോധിക്കാം, അവരോട് സംസാരിക്കാം. നിങ്ങൾ ചാനൽ മുറിയിൽ 1 മണിക്കൂറിനോ 1/2 മണിക്കൂറിനോ പച്ച കളവ് പറഞ്ഞു പോകരുത്. ഞങ്ങൾ അങ്ങനെ കളവ് പറഞ്ഞു പോയാൽ അത് അനുഭവിച്ചു തരാൻ തയ്യാറല്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഇത്തരം പദ്ധതികൾക്ക് വലിയ രൂപത്തിൽ മികച്ചമായ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായി എന്ന് ഞാൻ ചോദിക്കട്ടെ. എന്നാൽ കേരളത്തിന്റെ ബഡ്ജറ്റിൽ 2023-24 സമയങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച തുക എത്രയായിരുന്നു? 58 കോടി 5 ലക്ഷം രൂപ, 58.5 കോടി രൂപ അതിന് മാറ്റിവെക്കപ്പെട്ടു. എന്നാൽ ഈ ഗവൺമെന്റ് അത് വെട്ടിക്കുറച്ച് 20 കോടിയായി ചുരുക്കി 38 കോടി രൂപ, 38.5 കോടി രൂപ അതിൽ നിന്ന് പിൻവലിച്ചു. നിങ്ങൾ സ്റ്റാർട്ടപ്പുകളെ വലിയ രൂപത്തിൽ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു നയം സ്വീകരിക്കുക? അതിന് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് തരാത്ത പണവുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വലിയ രൂപത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കൂടെ തന്നെ സമരത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ പറയുന്നത്, ഈ പറയുന്ന നിങ്ങൾ കേരളത്തിൽ വലിയ വിപ്ലവത്തിന് വേണ്ടി കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ട തുകയില്ലെന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ പകുതിയിൽ താഴെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന, അത് വിഡ്രോ ചെയ്യുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ച എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇനി പ്രധാനപ്പെട്ട നേതാവിനെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നവാസ് പറഞ്ഞതിനോടുള്ള മറുപടി ജയ്ക്ക്, അതിനുശേഷം ബാക്കി 2 പേരിലേക്കും പോകേണ്ടതുണ്ട്.
തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പ് LDF ആകെ വികസന വിരുദ്ധർ എന്ന നിലയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഞാൻ എന്തായാലും 3,44,588 ഈ ആദരണീയനായ നമ്മുടെ ലീഗ് നേതാവിന് ഇതേവരെ കിട്ടിയത് മറ്റൊരു മാധ്യമം നടത്തിയ ലക്ഷണമൊത്ത പച്ചക്കള്ളത്തിൽ ഒരു റോയൽ ബേക്കറിയും ഒരു തൊരപ്പ മെഡിക്കൽ ഷോപ്പുമാണ്. റോയൽ ബേക്കറിയുടെ ഉടമ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യം എന്റെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിട്ട് മറ്റൊരു പുതിയ കടമുറി ലഭിച്ചപ്പോൾ അങ്ങോട്ടേക്ക് മാറി. അതിനുശേഷം അദ്ദേഹത്തിന് ലൈസൻസ് ലഭിച്ചു. അദ്ദേഹം തന്നെ പിന്നീട് ഇത് വിശദീകരിക്കുന്ന ദൃശ്യം അന്ന് തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നതാണ്. അതായത് ബഹുമാന്യനായ ലീഗ് നേതാവും സംഘവും കേരളത്തിൽ മറ്റൊരു മാധ്യമത്തിന്റെ നുണയോടൊപ്പം 2022 ജീവിക്കുന്നത്. നമ്മൾ 2025 മിനിമം സംരംഭമായിട്ടാണോ വിലയിരുത്തുന്നത്? അതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. അയ്യോ ആങ്കർക്ക് തെറ്റി, ആങ്കർ എന്നെ തെറ്റുധരിച്ചു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സംരംഭം ആരംഭിച്ച് പുതിയ ബിൽഡിംഗിലേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് നമ്പർ വെച്ച് പുതിയ ലൈസൻസ് ലഭിക്കും. അത് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കാലാകാലങ്ങളായിട്ടുള്ള നിയമമാണ്. അതിലങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത്. അത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നടപ്പ് ക്രമമാണ്. അതനുസരിച്ചാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ശരി, ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു. ഒരു കട മാറുമ്പോൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യണം. അതൊക്കെ നാട്ടിലെ നിയമമാണ്. താങ്കളുടെ പരിഹാസമൊക്കെ മനസ്സിലായി. പക്ഷേ അതൊരു വലിയൊരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു സാഹചര്യം ഒരുക്കലായി വിലയിരുത്തുന്നതും അതിലെ ഒരു കണക്കിലേക്ക് പെടുത്താവുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു നടപടിക്രമം എന്ന നിലയ്ക്ക് താങ്കൾ വിശദീകരിച്ച് മനസ്സിലാക്കാനാകുന്നു. ഞാനൊന്ന് ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കളെ വ്യക്തിപരമായി തന്നെ താങ്കൾക്ക് ഒരു മറുപടി നൽകിയാണ് ജയിക്ക് ചെയ്തത്. പൂർത്തിയാക്കൂ. ഞാനൊരു വാചകം പറയാൻ അങ്ങനെ അനുവദിച്ചില്ലല്ലോ. അതായത് ബഹുമാനിയനായ ലീഗ് നേതാവിന് ആകെ 3,44,588 ഒരു തൊരപ്പ മെഡിക്കൽ ഷോപ്പും ഒരു റോയൽ ബേക്കറിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് 2022 മുതലുള്ള ക്യാപ്സ്യൂളാണ്. അത് പുതുക്കണമെന്നുള്ളതാണ് ലീഗ് നേതാവിനോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറയട്ടെ. അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞു പോവല്ലോ ജയിക്ക്. ഇന്ന് നിങ്ങൾ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞു പോലെ ഈ പറയുന്ന 2022 ഈ പറയുന്നത് നിങ്ങൾ വായിക്കുന്ന കണക്കിലാണ്. നല്ല മര്യാദയാണല്ലോ താങ്കൾ കാണിക്കുന്നത്. ഇത്രയും നേരം പരിഹാസത്തോടെ സംസാരിക്കുന്നത് താങ്കളുടെ മര്യാദയാണല്ലോ. ജയിക്ക് പറയൂ ഇനി. ആ ബോധ്യത്തിലാണ് ജയിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ലീഗ് ഓഫീസ് അല്ലാന്ന് എനിക്കറിയാം. താങ്കൾ ആ ബോധ്യത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ലീഗ് ഓഫീസാണോ റിപ്പോർട്ടറിന്റെ ഓഫീസാണെന്ന് എനിക്കറിയാം. അങ്ങനെ സംസാരിക്കണ്ട. ശരി, അത് അദ്ദേഹത്തിന്റെ ശൈലിയാണേ. അദ്ദേഹത്തിന്റെ ശൈലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം പറയട്ടെ. അല്ല, അദ്ദേഹത്തിന്റെ ശൈലി വീട്ടിൽ കൊണ്ടുവെക്കണം. മാന്യമായ ശൈലി സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇത് ആങ്കറും MSF-കാരും തമ്മിലുള്ള സംവാദം അല്ലല്ലോ. ഇത് ഞങ്ങളെ കൂടെ വിളിച്ചിരുത്തിക്കൊണ്ടുള്ള സംവാദമല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ അവകാശ സമയത്താണ് നവാസ് ഒരു മിനിറ്റ്, ഇനി അദ്ദേഹം പൂർത്തിയാക്കട്ടെ. എനിക്ക് തർക്കത്തിന് താല്പര്യമില്ല ലീഗ് നേതാവേ. അങ്ങ് പറഞ്ഞല്ലോ അങ്ങയുടെ കൂടെ പാർട്ടിയുടെ സംഭാവനയുണ്ടെന്ന്. ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ആകെ സംഭാവന ഇന്ന് എത്തി നിൽക്കുന്ന നേട്ടങ്ങൾക്കകത്ത് പല പാർട്ടികൾക്കും പല നേതൃത്വങ്ങൾക്കും ഒക്കെ ബന്ധമുണ്ട്. പക്ഷെ ഇന്നൊരു അഭൂതപൂർവമായ വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുന്നു. പിന്നെ അങ്ങ് വല്ലാതെ ക്ഷുഭിതനായി ലീഗ് നേതാവിന്റെ കാലയളവിൽ നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, അതാകെ കേരളത്തിൽ വ്യാപകമാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് CPM നേതാവിന്റെ പ്രതികരണം കാണാനൊന്നും പറയില്ല. റിപ്പോർട്ടറിന്റെ ഡെസ്കിലേക്ക് അയച്ചു കൊടുത്തൊരു വീഡിയോ ഉണ്ട്. ഒന്ന് കേൾപ്പിക്കാൻ കളറുറപ്പുണ്ടോ? കേൾക്കാൻ ലീഗ് നേതാവിന് കളറുറപ്പുണ്ടോ? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി AK ആന്റണി ലീഗിന്റെ നേതാവിനെ വേദിയിലിരുത്തിക്കൊണ്ട് പറയുന്നതാണ്, ഇന്ന് കേന്ദ്ര പദ്ധതി കേരളത്തിലേക്ക് കൊടുത്തയക്കാൻ എനിക്ക് ഭയമാണ്. സഖാവ് VSM സഖാവ് എളമരം കരീമുള്ളപ്പോൾ എനിക്ക് ഭയമില്ലായിരുന്നു. അവർ പിന്തുണ നൽകി. പറഞ്ഞത് ആരാ? ശശി തരൂരല്ല, AK ആന്റണിയാണ്. കേൾപ്പിക്കാനും കേൾക്കാനും ലീഗ് നേതാവിനും സംഘത്തിനും താല്പര്യമുണ്ടോ? കരളുറപ്പുണ്ടോ? പറഞ്ഞത് ഞങ്ങളല്ലല്ലോ. അപ്പൊ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ ഇമാതിരിയുള്ള പ്രയോഗം തിരികെ കേൾക്കേണ്ടതായിട്ട് വരും. അത് തൊരപ്പ മെഡിക്കൽ ഷോപ്പും റോയൽ ബേക്കറിയും പോലെയുള്ള ക്യാപ്സ്യൂളല്ല. അത് നമ്മുടെ പബ്ലിക് മുമ്പിലാണ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങൊന്ന് കേക്ക്. അതെന്താ ലീഗ് തടഞ്ഞു എന്നാണോ? ജയിക്കൊന്ന് വിശദീകരിച്ചോളൂ. അല്ല, ഞാൻ അങ്ങയുടെ ഡെസ്കിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആദരണീയരായ നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി അങ്ങേക്ക് നേരെ കാണില്ല. നമ്മുടെ സമയപരിമിതി താങ്കൾക്ക് അറിയാമല്ലോ. താങ്കൾ വിശദീകരിച്ചോളൂ. സമയപരിമിതി ഉള്ളതാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. 40 സെക്കൻഡാ പറഞ്ഞത്.
ആ 40 സെക്കൻഡ് വീഡിയോ പ്ലേ ചെയ്യാനുള്ള 40 സെക്കൻഡ് വീഡിയോ അങ്ങോട്ട് എഡിറ്റിലേക്ക് അയച്ച് ഇങ്ങോട്ടേക്ക് അയച്ച് പ്ലേ ചെയ്യാനൊക്കെയുള്ള ഒരു സമയമുണ്ട്, സാങ്കേതികത്വം ഇതിലുമുണ്ട്. ശ്രീ ജെക്സി തോമസ്, ഞാൻ ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ആ പദ്ധതിയുടെ പേര് പറ. ആ പദ്ധതിയുടെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നിങ്ങൾ പേര് പറ. ഞാൻ അതാണ് അങ്ങോട്ട് പറഞ്ഞത്. ജയിക്ക്, നിങ്ങൾ പേര് പറ. ജയിക്ക്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ ആന്റണി ഉമ്മൻചാണ്ടിയെ വിമർശിച്ച ഒരു ലേഖനം, ആന്റണി ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്നു, അതോടൊപ്പം VS-നെ പുകഴ്ത്തുന്നു. ആ ഒരു ലേഖനമാണ് എക്കണോമിക് ടൈംസിൽ വന്ന ഒരു ലേഖനം. പഴയകാലത്തെ അതെടുത്തിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയം കൂടി ആയിരിക്കാം. പക്ഷേ അത് ഇപ്പോൾ സ്വാഭാവികമായും CPM ഒരു ആയുധമാവുകയാണ്. സ്മൃതി, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നവാസും ജെയ്സി തോമസും തമ്മിലുള്ള ഒരു മത്സരമാണ്. അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരെ ഇവിടെ ഇരുത്തിയിട്ട് ജെയ്സി തോമസിന് അദ്ദേഹത്തിൻ്റെ അവതരണത്തിന് ഈ സമയം അനുവദിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് ജയിക്കിനോട് ഒരു സന്തോഷം തോന്നി. കാരണം അതൊക്കെ ഈ വൃത്തിയുള്ള ഭംഗിയുള്ള വാക്കുകളിൽ ആളുകളെ ആക്ഷേപിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ അപമാനിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപസ്വരത്തിൽ സംസാരിക്കാനൊക്കെ പഠിച്ചു. പണ്ട് നേരെ ഓപ്പണായിട്ട് എന്തെങ്കിലും അങ്ങ് പറയാമായിരുന്നു. പിന്നെ ഞാനും കുറേ കാലമായിട്ട് ഈ ചർച്ചകളിലൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്ര ഇപ്പം ഇല്ല. എൻ്റെ ചർച്ചയിൽ ഞാനെടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഓരോ ചർച്ചകളിലും എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ധാരാളം ട്രോളുകളായിട്ട് വരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കും അത് വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ജയിക്ക് അത് എൻ്റെ രീതിയല്ല. ഒന്നാമത്തെ കാര്യം അതെൻ്റെ രീതിയല്ല. ഞാൻ കുറച്ചുകൂടെയൊക്കെ ഈ പത്രപ്രവർത്തനം കാണുകയും ചെയ്യുകയും മറ്റു പലരുമായിട്ടും താങ്കളുടെ മുൻതലമുറയുടെ നേതാക്കളുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ടൊക്കെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ താങ്കളോട് മത്സരിക്കാനില്ല. താങ്കൾ എന്നെക്കാളും അക്കാര്യത്തിൽ വളരെ ബലവാനാണ് എന്നെനിക്കറിയാം. ഞാനിവിടെ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യത്തെ അദ്ദേഹത്തിന് വസ്തുതാപരമായിട്ട് വിമർശിക്കാം. ഇവിടെ ഇപ്പോൾ തോരപ്പ അല്ലെങ്കിൽ ഒരു ഹോമിയോ അല്ലെങ്കിൽ റോയൽ അതൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ആരുടെ കണക്കാണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ ഈ വെബ്സൈറ്റൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും സ്മൃതി വിളിച്ചപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്നത്. അല്ല വെറുതെ രാവിലെ വൈകുന്നേരം ഒരു ഉടുപ്പ് ഇട്ട് വന്നൊന്നുമല്ല. എവിടുന്ന ഈ 3,40,000 എന്നൊക്കെ പറഞ്ഞത്? കണക്കുകൾ അങ്ങനെ ഉണ്ടാക്കാനാണോ പ്രയാസം? ഇവിടെ ഇപ്പം നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. പിന്നെ ജയിക്കേ, നിങ്ങൾക്ക് ഈ കാപ്സ്യൂൾ തന്ന സമയത്ത് ഈ കാപ്സ്യൂൾ നേരത്തെ ഈ 34,000 കണക്കൊന്ന് 3,40,000 കണക്ക് ഒന്ന് തരൂറിന് കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 2,90,000 നിൽക്കുന്നതേ ഉള്ളൂ. മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനം വന്ന് ഈ 3 ദിവസം കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ 3,40,000 ആവുകയാണ്. ഈ തുരപ്പയൊന്നും ഇവിടെ പറയണ്ട. നിങ്ങൾ ഓരോ ലിസ്റ്റും എടുത്ത് നോക്കിയോ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള ചെറിയ പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ഭക്ഷണ വിതരണശാലകൾ, ചെറിയ DTP സെൻറ്ററുകൾ, അതുപോലെ തന്നെ തയ്യൽ കടകൾ, അതുപോലെ തന്നെ മരുന്ന് കടകൾ, ഇതൊക്കെയാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ JK 3,40,000 പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒന്ന് അറിയണ്ടേ? കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? നവാസ് പറഞ്ഞു 2,400 സ്ഥാപനങ്ങൾ ഒരു നിയോജകമണ്ഡലത്തിൽ വരണം. നിയോജകമണ്ഡലം കൃത്യമായിട്ടുള്ളൊരു വിഭജനമാണെങ്കിൽ, ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഒരു 2,400 വരണം. പിന്നെ കണക്കുണ്ടാക്കാൻ ഇത് കേന്ദ്ര ഗവൺമെൻറ്, അത് സ്മൃതിയുടെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു. ആ കേന്ദ്ര ഗവൺമെൻറ് പണ്ട് ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചെറിയ ചെറിയ തട്ടുകടകൾ, ഭക്ഷണ വിതരണശാലകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുത്തിയിട്ട് അവർ വലിയ കണക്കുകൾ കൊണ്ടുവന്നു. അന്ന് CPM അടക്കമുള്ളവർ അതിനെ പരിഹസിച്ചതാണ്, മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം പരിഹസിച്ചതാണ്. അപ്പോൾ ഈ തന്ത്രം ഏറ്റെടുത്ത് ഒരു കണക്ക് ഉണ്ടായിക്കൊണ്ട് പിന്നെ ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ്സൊക്കെ പലരും പഠിക്കും ചെയ്യിക്കേ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. സിയാൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വന്നല്ലോ, അന്ന് നിങ്ങളാണ് എതിർത്തത്. അവിടെ എൻ്റെ ശവശരീരത്തിൻ്റെ മുകളിലെ വിമാനം ഇറക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാവാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ പുനരധിവാസമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അവർ മനോഹരമായിട്ട് പുനരധിവാസം നടത്തി. അത് ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് വന്ന് പഠിച്ചത്. നമ്മുടെ പിന്നെ ലല്ലു പ്രസാദ് യാദവിൻ്റെ സമയത്ത് പിന്നെ റെയിൽവേ എത്ര സർവകലാശാലകളത് പഠന വിഷയമാക്കി. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്താ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബിർളയെ കൊണ്ടുവന്നത് മുള ഫ്രീ ആയിട്ട് കൊടുത്തു. ആ കഥ അറിയാമോ? ജയിക്കുന്ന ചരിത്രം അത്ര അറിയില്ല. മുള ഫ്രീ ആയിട്ട് കൊടുത്തു. അതായത് ചാലിയാറിൻ്റെ കരയിലുള്ള വനപ്രദേശത്തെ മുള ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ കൊണ്ടുവന്നു. എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. പക്ഷേ ആ ഗവൺമെൻറ് എങ്ങനെ തകർന്നതെന്ന് ജയിക്കാനറിയാമോ? അന്നത്തെ 1967 സർക്കാർ എങ്ങനെ തകർന്നു എന്ന്
ഇവിടെ നിങ്ങൾ 57 ഇത് കൊടുത്തു, ഏത് മുള, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് പിന്നെ സൗകര്യ ബിർളയ്ക്ക് കൊടുത്തു. അതിനുശേഷം TV തോമസ് വ്യവസായ മന്ത്രി ആയപ്പോഴാണ്, അയാൾ CPI-കാരനാണ്, അന്ന് പാർട്ടി രണ്ടായി. അയാൾ ജപ്പാനിൽ പോയിട്ട് വ്യവസായികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. തോഷിബ അടക്കമുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിനെ തകർത്തു. അദ്ദേഹം കൊണ്ടുവന്ന വ്യവസായ നയത്തെ P. സുന്ദരയ്യ അടക്കമുള്ളവർ തള്ളി പറഞ്ഞു. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ നിങ്ങളുടെ കേരളത്തിലെ വ്യവസായ രംഗത്തോട് നിങ്ങൾ ചെയ്തിട്ടുള്ള കൊടും ചതികളുടെ കഥയാണ് ഇത് പറയുന്നത്. നിങ്ങൾ എത്ര വ്യവസായ സംരംഭങ്ങളെ എതിർത്തിട്ടുണ്ട്? എന്തിനാണ് ഇപ്പോൾ ഈ ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണല്ലോ വിഴിഞ്ഞം സീപോർട്ട് എന്ന് പറയുന്നത്. 56,000 കോടി രൂപയുടെ പരിപാടിക്ക് 50,000 കോടി രൂപയുടെ അഴിമതി പറഞ്ഞിട്ട് അതിനെ തകർക്കാൻ വന്നില്ലേ? നിങ്ങൾ സിയാലിനെ എതിർത്തില്ലേ? നിങ്ങൾ എത്ര സംരംഭങ്ങളെ എതിർത്തു? എന്നിട്ടിപ്പോൾ 4 തട്ടുകട തുടങ്ങിയതിൻ്റെ പേരിലെ വലിയ വർത്തമാനങ്ങൾ, ഈ ഓഫീസിൽ നിന്ന് എഴുതി തരുന്ന ആ ക്യാപ്സ്യൂളുണ്ടല്ലോ, അത് അങ്ങ് വേണോ? നമ്മളൊക്കെ ഇരിക്കുമ്പോൾ, ഇതൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആളുകൾ ഇരിക്കുമ്പോൾ അത് വേണോ എന്നൊന്ന് ആലോചിക്കണം. ഞാനത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് ലേഖനം, എനിക്ക് ആ ലേഖനം കണ്ട ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ആന്റണി പിന്നെ പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബ്രഹ്മോസിൻ്റെ ഒരു സംരംഭം, അതായത് നമ്മുടെ വേളിയിൽ ആരംഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു കേരളത്തിന് വേണ്ടി. കേരളത്തിലേക്ക് അതിൻ്റെ ഒരു ബ്രാഞ്ച് പോലൊരെണ്ണമാണ് ആ വേളി വിമാനത്താവളത്തിൻ്റെ സൈഡിലായിട്ട് ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എളമരം കരീമാണെന്ന് വ്യവസായ മന്ത്രി, അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം അതിനോട് പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഈ സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞ് എളമരം കരീമിനെ പ്രശംസിച്ച് ഞാൻ ഓർക്കുന്നു. ഇത് ശരിയാ ജയിക്കേ? നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യവസായശാലകൾ വരാം, പുതിയ സംരംഭങ്ങൾ വരാം, എത്ര കോടി രൂപയുടെ പിന്നെ സംരംഭങ്ങൾ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം. പക്ഷെ മറ്റുള്ളവർ ഭരിക്കുമ്പം അതാണല്ലോ പ്രശ്നം. അതാണല്ലോ നിങ്ങൾ TP ശ്രീനിവാസനെ തല്ലാൻ പോയത്, ഓർമ്മയില്ലേ? എന്നിട്ടാണ് അതാണല്ലോ നിങ്ങളിപ്പോൾ വീണ്ടും കൊണ്ടുവരുന്നത്. നിങ്ങളുടെ SFIക്കാർ തകർത്ത് തരിപ്പണമാക്കിയതാണല്ലോ പ്രീ ഡിഗ്രി ബോർഡ്. എന്നിട്ട് നിങ്ങൾ +2 ആയിട്ട് കൊണ്ടുവന്നില്ലേ? ഇതൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടേ. ഒരു 3,40,000 കണക്കും കൊണ്ട് വന്നിട്ട് സണ്ണിക്കുട്ടി അബ്രഹാമിനെ ഒന്ന് പരിഹസിച്ചിട്ട് പോയാൽ സന്തോഷം ആകുമെന്നുണ്ടെങ്കിൽ ആകുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ചർച്ചയങ്ങ് മാറിപ്പോവാ സ്മൃതി. ആരുടെ കാലത്താണ് വികസനം എന്ന ചർച്ചയിലേക്ക് കൊണ്ടുവന്ന തരൂരാണല്ലോ ശ്രീ സണ്ണിക്കുട്ടി. തരൂർ ഈ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തരൂർ കോൺഗ്രസ്സുകാരനായി തുടരേണ്ടതുണ്ടോ? സ്മൃതി, അദ്ദേഹത്തിന്റെ ഇന്നത്തെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തുടരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട. പക്ഷേ എനിക്കൊരു കാര്യം പറയണം, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു മല്ലികാർജുന ഖാർഗെയ്ക്കെതിരെ. അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പിന്നെ AICC പ്രസിഡന്റ് ആയി എന്ന് വിചാരിക്കുക. അദ്ദേഹം ഇങ്ങനെ മോദിയെ സ്തുതിക്കുമോ? നമ്മൾ മോദിയെ അങ്ങ് വിട്ടുകളഞ്ഞു, വെറുതെ ഇപ്പോൾ ഇവിടുത്തെ ഈ പിന്നെ വ്യവസായ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നീക്കുക. മോദിയെ അദ്ദേഹം പുകഴ്ത്തിയല്ലോ, അദ്ദേഹം മോദിയെ പുകഴ്ത്തുമായിരുന്നു. അല്ലെങ്കിൽ CPM-ന് വേണ്ടി അദ്ദേഹം ലേഖനം എഴുതുമായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ പിന്നെ എന്താ പറയുക പ്രവർത്തക സമിതി അംഗമാണ്. ഏറ്റവും ഉന്നത PB പോലെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയാണത്. ആ ബോഡിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ കോൺഗ്രസിൻ്റെ നിലപാടുകളെ, അതായത് ഇപ്പോൾ ഈ ജയിക്ക് പറഞ്ഞ പോലെയുള്ള അവകാശവാദങ്ങളെ ഗ്രൗണ്ട് ലെവൽ മുതൽ കോൺഗ്രസും UDF-ഉം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്ന് അവർ വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവ്, പ്രവർത്തക സമിതി അംഗം വന്നിട്ട് ഇതിനെ അനുകൂലിച്ച് ലേഖനം എഴുതിയാൽ എങ്ങനെയിരിക്കും? അല്ലാതെ ഏത് കാലത്താണ് വ്യവസായ വികസനം ഉണ്ടായതിലേക്ക് ചർച്ച അദ്ദേഹം കൊണ്ടുപോയി എന്ന് പറയുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ ഈ നിക്ഷേപ സൗകര്യത്തിലുണ്ടായ വളർച്ച അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ അദ്ദേഹം 2,90,000 പറഞ്ഞുള്ളൂ. ജയിക്ക് പറഞ്ഞ് 3,40,000. അപ്പം അതാണ് പറഞ്ഞത്. അല്ലാതെ ഏത് കാലത്തെന്നുള്ളതിലൊക്കെ പറഞ്ഞാൽ CPM-ൻ്റെ പ്രതിനിധി ഇവിടുന്ന് എഴുന്നേറ്റ് ഓടും. അതായത് വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാടും എങ്ങനെ കേരളത്തെ വികസന കാര്യത്തിൽ എത്രത്തോളം പിന്നോട്ടടിച്ചു എന്നതും കൂടെ നമ്മുടെ താങ്കളിലേക്ക് വരും. താങ്കൾക്കാണ് കൂടുതൽ സമയം തന്നത്.
അല്ല, അദ്ദേഹത്തിന്റെ പ്രായം കൂടി കണക്കിലാക്കുക. അതോടുകൂടി ആ മര്യാദയോടുകൂടി നമ്മൾ സംസാരിക്കണം. തുടക്കത്തിൽ കൂടുതൽ സമയം തന്നു. അദ്ദേഹത്തിന്റെ സമയത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. ജയിക്കിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല, ജയിക്കിലേക്ക് വരും. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. എന്റെ പ്രായമൊന്നും എടുക്കരുത്. എൻ്റെ പ്രായമൊന്നും ഇവിടെ ഒരു പരിഗണനയും വേണ്ട. എൻ്റെ പ്രായത്തെക്കുറിച്ചൊന്നും ഇവിടെ ഒരു പിന്നെ പരാമർശങ്ങളും കേരളത്തിന്റെ വ്യവസായ അദ്ദേഹം 4 തവണ എന്നെ ആദരണീയനായ സണ്ണിക്കുട്ടി അബ്രഹാം എന്ന് പറഞ്ഞു. എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹം ആദ്യത്തെ ഉത്തരം പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ വ്യവസായ വികസനം അല്ലെങ്കിൽ വികസന കാര്യത്തിൽ കേരളത്തെ പിന്നോട്ടടിച്ചതിൽ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ചർച്ചയ്ക്ക് സമയമില്ല. ജയിക്കുക, നമുക്കൊരു ദിവസം ഇരുന്നിട്ട് സംസാരിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ഒത്തിരി പല കാര്യങ്ങൾ സാമൂഹിക ഉന്നമനം അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാന കാര്യത്തിലൊക്കെ നിങ്ങളുടെ പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ 100% അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. ഈ സമൂഹത്തെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ CPM അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ റോളുണ്ട്. ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം വികസന കാര്യത്തിൽ CPM കേരളത്തെ എങ്ങനെ പുറകോട്ടടിച്ചു എന്നുള്ളത് വേണം നമുക്ക് തമ്മിൽ. നിങ്ങളെ എന്നെ അംഗീകരിക്കുമെങ്കിൽ നമുക്ക് തമ്മിലിരുന്ന് സംസാരിക്കാം. ഞാൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം. ശ്രീ സണ്ണിക്കുട്ടി, ചുരുക്കി ഒരു മറുപടി കൂടി വേണം. ഇന്നലത്തെ ചർച്ചയിലും ആ ചോദ്യം ഉയർന്നതാണ്. തിരുവനന്തപുരത്ത് തരൂരിന് പകരം നിർത്താൻ വേറൊരു ആളില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി. അപ്പോൾ തരൂർ ഒരു ബാധ്യതയായി നിൽക്കുകയാണെങ്കിലും തരൂരിനെ വേണം എന്നൊരു അവസ്ഥ കൂടി കോൺഗ്രസിനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം സ്മൃതി. എനിക്ക് തോന്നുന്നു ശശി തരൂർ ഏറ്റവും വിഷമിച്ച് ജയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സോളിഡ് വോട്ട് ബാങ്ക് ആയിരുന്നു ഈ തീരപ്രദേശങ്ങളിലുള്ള ആളുകൾ. അവർ കുറച്ച് കോൺഗ്രസ് മൈൻഡഡൊക്കെ ആയിരുന്നു. അവരുടെ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ, അതായത് പിന്നെ വിഴിഞ്ഞം ഇതുമായി വന്ന അദാനിയുമായിട്ടൊരു സംഘർഷം ഉണ്ടായപ്പോൾ അദ്ദേഹം അവരുടെ കൂടെ അല്ല നിന്നത്. കോൺഗ്രസ് ആ നാട്ടുകാരുടെ കൂടെ നിന്നപ്പോൾ അന്ന് ശശി തരൂർ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തു. അന്ന് സഭയും അവിടുത്തെ ആളുകളുമൊക്കെ ശശി തരൂറിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് തിരിഞ്ഞപ്പോൾ ഏറ്റവും തിരിഞ്ഞു. പക്ഷേ അവസാനം അവർ ശശി തരൂറിനെ പിന്തുണച്ചപ്പോഴാണ് അദ്ദേഹം ജയിച്ചത്. ഞാൻ ഒരൊറ്റ വാചകം കൂടെ പറയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസം മുമ്പ് കണ്ണൂരിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ കേരളത്തിലെത്തി. ഇവിടെ അദ്ദേഹം പിന്നെ സീറോ മലബാറിൻ്റെ സഭാ നേതാക്കളുമായിട്ട് എറണാകുളത്തും കുറവിലങ്ങാടും വെച്ച് സംസാരിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നു. തൃശ്ശൂരിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം വന്നത്. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ വന്നു. ഇവിടുത്തെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് നെറ്റോ അദ്ദേഹത്തെ കാണാൻ ആവശ്യപ്പെട്ടിട്ട് കാണാൻ പോലും തയ്യാറായില്ല. അദ്ദേഹം ഒരുപക്ഷെ അന്നൊരു ഓഡിയൻസ് കൊടുത്തിരുന്നെങ്കിൽ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നു. അപ്പം പുതിയൊരാൾ ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിൽ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ആരും ഇന്നോവേറ്റബിൾ അല്ലല്ലോ. ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി തിരുവനന്തപുരത്തിന് പറ്റിയ ഒരാളിനെ വളർത്തിക്കൊണ്ട് വരട്ടെ. ശരി, അതല്ലേ ചെയ്യേണ്ടത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ CPM നയം മാറ്റിയിരിക്കുന്നു, നിലപാട് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ തരത്തിൽ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നൊരു കാര്യം കൂടി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താങ്കൾ അതിനെ കൂടി ഒന്ന് വിശകലനം ചെയ്യണം. സ്മൃതി, CPM ഇടതുപക്ഷ നേതൃത്വം, ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ പ്രകടമായ മാറ്റം കാണിക്കുന്നുണ്ട്. പി രാജീവ് അതിന്റെ പ്രകടമായ ഒരു ദൃഷ്ടാന്തവുമാണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ്സ്, അദ്ദേഹത്തിന്റെ ഉത്സാഹം, തീർച്ചയായിട്ടും അത് സ്റ്റാർട്ടപ്പ് രംഗത്ത്, വ്യവസായ രംഗത്ത്, പുതിയ വ്യവസായങ്ങളുടെ രൂപീകരണത്തിൽ 2 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് അതിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് വളരെയധികം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം, നേതാക്കളിൽ പ്രമുഖരായ നേതാക്കൾ പലരും ഇപ്പോൾ ശശി തരൂരിനെതിരെ വാളെടുക്കുകയാണ്. അത് കോൺഗ്രസിന് അപകടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ജോസ് കെ മാണിയുടെ ചരിത്രം നമുക്കറിയാം. KP അനിൽകുമാർ, പ്രൊഫസർ KV തോമസ്, ഇവരൊക്കെ കോൺഗ്രസുകാരായിരുന്നു. വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. ഇവരൊക്കെ കോൺഗ്രസ് വിട്ടുപോയി CPM-ൽ ചേർന്നു. ഇവരെയൊക്കെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു പാർട്ടിയെ പുകഴ്ത്തി ലേഖനം എഴുതാനാകും. അല്ല, അത് ശരിയാണ്. അത് ഞാൻ ആദ്യമേ വിശദീകരിച്ചു. ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കണം എന്ന് വാദിക്കുന്ന കോൺഗ്രസുകാരുടെ ലക്ഷ്യം ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ആ ഒരു പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശശി തരൂർ
ഉണ്ട്. മുസ്ലിം ലീഗ് അല്ല ഈ ചർച്ചയുടെ തുടക്കത്തിൽ സ്മൃതി തന്നെയല്ലേ അതൊരു കാലത്തുണ്ടായിരുന്നു. അല്ലല്ല, ഇപ്പോൾ ഉയരുന്ന ചർച്ചകളിലൊന്നും ആ പേരില്ലല്ലോ. അതുകൊണ്ടാണ് തന്റെ പ്രസക്തി. അതെ, അതിപ്പോഴും ലീഗ് നേതൃത്വം ഇപ്പോഴും അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. ജേക്കബ് ജോസ് സാറേ, മുസ്ലിം ലീഗ് പാർട്ടി ഒരു ഘട്ടത്തിലും കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് രഹസ്യമായോ പരസ്യമായോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരു പക്ഷേ അങ്ങേ പോലുള്ള മാധ്യമ പ്രവർത്തകന്മാർക്ക് ഞങ്ങൾ അവർക്ക് നൽകുന്ന സ്വീകാര്യത കൊണ്ടോ ഇടപെടൽ കൊണ്ടോ അങ്ങനെ തോന്നിയെങ്കിൽ അത് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ കാലത്തും കാണിക്കുന്ന ഒരു മാന്യതയും മര്യാദയുമാണ്. അതിനർത്ഥം ആരെങ്കിലും മുഖ്യമന്ത്രി ആകണമെന്നോ ആകണ്ട എന്നോ ലീഗ് എന്തെങ്കിലും സിഗ്നൽ നൽകിയെന്ന് തെറ്റായി അഭിപ്രായം പറയുന്നതൊക്കെ പതിവാണ് നവാസെ. ആ സമയത്ത് കൃത്യമായി ഞങ്ങൾ പറയും. അഭിപ്രായം രഹസ്യമായ ദൃഢമായ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒന്ന് ഓർക്കണം നവാസെ, എനിക്ക് ലീഗ് നേതൃത്വത്തിൽ ഇപ്പോഴും രഹസ്യമായ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ട്. കൂടുതലൊന്നും ഞാൻ പറയത്തില്ല. ശരി, ജേക്ക് പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. നമ്മുടെ സമയം അവസാനിക്കേണ്ടെന്ന് ചുരുക്കി പറയണം. ശരി, ജയിക്കിന്റെ അവസരം. അല്ല, തീർച്ചയായിട്ടും ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ എത്രയോ വൃത്തിയുള്ള ഭാഷയിൽ അദ്ദേഹത്തെ പരിഹസിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച ബോധപൂർവമായ എന്തെങ്കിലും ഒരു പദപ്രയോഗം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. എനിക്ക് സർവകലാശാല വൈസ് ചാൻസലർ തലയടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വിദ്യാർത്ഥി സംഘടനയുടെ പാരമ്പര്യമല്ല ഉള്ളത് എന്ന് അങ്ങ് മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ വഴിയിൽ പറഞ്ഞു ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില വീഡിയോകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലില്ലേ. അങ്ങ് എത്രയോ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞത് അത്രയും IIM ഇൻഡോറിന്റെയും അമേരിക്കൻ സൊസൈറ്റിയുടെയും മുസൂറി ട്രെയിനിങ് അക്കാദമിയുടെയും പഠനത്തെ സംബന്ധിച്ചായിരുന്നില്ലേ. കാറ്റഗറിക്കലായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച 28ാം സ്ഥാനത്ത് കിടന്നത് കേരളം 1ാമത് വന്ന ഫാക്ച്വലായ കണക്കുകളെ സംബന്ധിച്ചായിരുന്നില്ലേ. അപ്പൊ അദ്ദേഹം പറയുകയാണ് CPM അടച്ചുപൂട്ടിയ വ്യവസായങ്ങളുടെ എണ്ണം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടും. അങ്ങനെയൊക്കെയാണോ അങ്ങേപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയേണ്ടത്? എനിക്ക് തിരിച്ചു പറഞ്ഞുകൂടെ? ദേശീയപാതയ്ക്കെതിരെ സമരം ചെയ്ത UDFന്റെ കഥ പറഞ്ഞാൽ UDFനോട് പക്ഷപാതിത്വം മാത്രം പുലർത്തിയിട്ടുള്ള അങ്ങ് എഴുന്നേറ്റ് ഓടുമെന്ന് ഞാൻ തിരികെ പറഞ്ഞ എങ്ങനെ ഇരിക്കും? എടമൺ കൊച്ചി പവർ ഹൈവേ മുടക്കാൻ, വിഴിഞ്ഞം പദ്ധതി ഇല്ലാതാക്കാൻ, വയനാട് തുറക്കപാത ഇല്ലാതാക്കാൻ, മലയോര ഹൈവേ പൊട്ടിക്കാൻ, തീരദേശ ഹൈവേ തകർക്കാൻ, ഇതിനൊക്കെ സമരം ചെയ്ത UDFന് വേണ്ടി അല്ല. അതെന്താ അങ്ങേക്ക് പ്രയാസം? എനിക്ക് വേണമെങ്കിൽ അല്ല അവസാന അവസാന സമയം എന്തെങ്കിലും കളവ് പറഞ്ഞു ദേശീയപാതക്കെതിരെ സമരം ചെയ്തത്. എനിക്ക് തർക്കത്തിന് താല്പര്യമില്ല. ആ ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നവർക്ക് ന്യായമായി വില കൊടുക്കണം എന്നത് സമരം ചെയ്യില്ല. അറിയില്ലെങ്കിൽ തിരുത്തണം. ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നവർക്ക് മാന്യമായ പണം കൊടുക്കണമെന്ന സമരം. അല്ല, ദേശീയപാതയ്ക്ക് ഈ പറയുന്ന ദേശീയപാതയായിരുന്നു ജയിക്ക് എന്ന് പറയുന്നതായിരുന്നു എക്സ്പ്രസ് ഹൈവേ പദ്ധതി വെച്ചത്. അന്ന് സമരം ചെയ്തത് നിങ്ങളായിരുന്നില്ലേ? എക്സ്പ്രസ് ഹൈവേ എന്ന പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് വെച്ചപ്പോ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് നാണം കെട്ടവർ നിങ്ങളായിരുന്നില്ലേ? ആ നാണം കെട്ട നിങ്ങൾ ഇമാരി വർത്തമാനം ഒന്ന് പറയരുത്. സമരങ്ങളുടെ പാരമ്പര്യം നിങ്ങൾക്കും ഉള്ളതാണല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ മാറ്റം എന്നൊക്കെയാണല്ലോ അതിനെ വിശദീകരിക്കുന്നത്. ഒരിക്കലുമില്ല. അങ്ങ് മനസ്സിലാക്ക, കേരളത്തിൽ പ്രതിപക്ഷ നേതാവായ സമയത്ത് LDFന്റെ സമീപനം എന്തായിരുന്നു? 30 മീറ്ററാക്കി ദേശീയപാത ചുരുക്കണമെന്ന് കല്ലിടലിന്റെ പ്രമുഖനായ കേരളത്തിലെ കോൺഗ്രസും UDFും പല നേതാക്കന്മാരും ആവശ്യപ്പെട്ടപ്പോ പറ്റില്ല, 40 മീറ്ററിന്റെ മുകളിൽ തന്നെ കേരളത്തിന്റെ ദേശീയപാതയുടെ വലിപ്പം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടവരാരാ? പ്രതിപക്ഷത്തിരുന്ന കേരളത്തിലെ ഇടതുപക്ഷമാണ്. ആയിരുന്നില്ലേ? എങ്ങനെയാണ് അത് ചുരുങ്ങിപ്പോയത്? 15 വർഷം എടുത്താലും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകില്ല എന്ന് കേരളത്തോട് പറഞ്ഞ മുഖ്യമന്ത്രി ആരാണ്? ഗെയിൽ പദ്ധതി വന്നാൽ പായ വിരിച്ച് മലപ്പുറം ജില്ലയിൽ അതിനെ തോൽപ്പിക്കാൻ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചവരാരാണ്? മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരാരാണ്? വയനാട് തുരങ്കപാത ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരാരാണ്? ഞങ്ങളാണോ? അതൊക്കെ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പല പ്രമുഖന്മാരും എഴുന്നേറ്റ് ഓടും എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ എങ്ങനെയിരിക്കും? പക്ഷെ പറഞ്ഞു പോവാം. ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാണോ ജയിക്ക്? ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജയിക്ക്, ജനങ്ങൾ തീരുമാനിക്കട്ടെ. താങ്കൾ പറയുന്നതൊക്കെ സത്യമാണോ കളവാണോ എന്ന് ജനങ്ങൾ സ്മൃതി. ഇത്രയേ ഉള്ളൂ.
പിന്നെ ജയിക്കൊരു വലിയ തന്ത്രം ഇറക്കുക. ഇപ്പോൾ ഈ ചർച്ച തീരാൻ തുടങ്ങുക, എന്നിട്ട് എന്തെങ്കിലും പറയാം. ഞാൻ അദ്ദേഹത്തെ ട്രോളിനെ പറ്റി പറഞ്ഞെന്താ, എൻ്റെ ചർച്ചകളിൽ ഞാൻ എടുക്കുന്ന നിലപാടിനെ അദ്ദേഹം വിമർശിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ അതുപോലെ വിമർശിക്കാമെന്നേ പറഞ്ഞുള്ളൂ. പിന്നീട് അദ്ദേഹം പറഞ്ഞ പല സമരങ്ങളെ പറ്റിയും പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണ്. നമുക്കറിയാം, എക്സ്പ്രസ് ഹൈവേയുടെ വീതി കുറയ്ക്കണമെന്നും പറഞ്ഞ് ഇവിടുത്തെ UDFും LDFും ഒന്നിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിക്കാത്ത പ്രധാനമന്ത്രി പൊട്ടിച്ചിരിച്ചു. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ആദ്യമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് വന്ന് അവിടെ വരാൻ പോകുന്ന ഒരു എക്സ്പ്രസ് ഹൈവേയുടെ വീതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട്. അത് UDFും LDFും അന്ന് ഒരേ നിലപാടാണ് എടുത്തത്. അല്ലല്ല, തരൂരും തിരിച്ചുള്ള മറുപടികൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കാം. വളരെ നന്ദി ശ്രീ PK നവാസ്, ജേക്സി തോമസ്, സണ്ണിക്കുട്ടി എബ്രഹാം, ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.